അവൾക്കറിയാം കുഞ്ഞിനു വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന്. മാത്രമല്ല, അവളിന്ന് വാവയുടെ അമ്മയാണത്രേ. അമ്മയാവുക അതൊരനുഭൂതിയാണ്. ബാർബി പോപ്പീസ് ബേബി കെയർ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര, നിലമ്പൂർ. ബസ് ഉടമകളെ സർക്കാർ സമരത്തിലേക്ക് തള്ളിവിടരുത്. ജൂലൈ 22 മുതൽ ബസ് ഉടമകളുടെ അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും പങ്കുചേരും. ബസ് ഉടമ സംയുക്ത സമരസമിതി ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത സമിതി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് ജൂലൈ 22 മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ബസ് നിർത്തിവച്ച് സമരത്തിൽ പങ്കെടുക്കുന്നതിന് സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചു. കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ്. അതിൻ്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നിലമ്പൂർ താലൂക്കിലെ സംയുക്ത സമരസമിതിയുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ജൂലൈ 8 സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തിയത്. തുടർന്ന് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവുണ്ടായിട്ടും 150 കിലോമീറ്ററിലധികം ദൂരം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതെ പ്രയാസപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, അതുപോലെ ഡോർ ചെക്കർമാർ എന്നിവർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഒരു നിബന്ധന ഗതാഗത വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത ഒരു നിയമമാണത്. അന്യസംസ്ഥാനത്ത് നിന്നും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇല്ലാത്ത നിബന്ധന. കേരളത്തിലെ 10, 20, 25 വർഷമായ തൊഴിലാളികൾക്ക്, തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലാത്തതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ് 13 വർഷങ്ങൾക്ക് മുമ്പ് നിജപ്പെടുത്തിയതാണ്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജിൽ കാലോചിതമായ ഒരു മാറ്റം വേണമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷനൊക്കെ പറഞ്ഞിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ജൂലൈ 8 നടന്ന സൂചനാ സമരത്തെ തുടർന്ന് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ 16 നടന്ന ചർച്ചയിലും ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ പോകുന്നത്. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഉണ്ടായിട്ടും 140 കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക, കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന നിബന്ധന ഒഴിവാക്കുക, 13 വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ കാലോചിതമായി വർധനവ് വരുത്തുക, ഈ ചലാൻ വഴിപ്പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. സമരത്തിന് ആധാരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവണമെന്നും സമരത്തിലേക്ക് ബസ് ഉടമകളെ തള്ളിവിടരുതെന്നും ബസ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലായതിനാലാണ് സമരം നടത്താൻ ബസ് ഉടമകൾ നിർബന്ധിതമായിട്ടുള്ളതെന്നും ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അനുവദിച്ചു തരണമെന്നും യോഗം അഭ്യർത്ഥിച്ചു. ബസ് ഉടമ സംയുക്ത സമരസമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു. സംയുക്ത സമിതി നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ സച്ചിദാനന്ദൻ UKB, നിയാസ് ചാലിയാർ, മരുന്നൻ നൌഷാദ്, A1 ബാബു മമ്പാടി എന്നിവർ പ്രസംഗിച്ചു. N4 ന്യൂസ്, നിലമ്പൂർ. 20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, നിലമ്പൂർ.